ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് പ്രവാസികൾക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. പ്രവാസികൾ മിക്ക ഒരു 75% ആളുകളും തനിച്ചാണ് കുക്ക് ചെയ്യുന്നത്. അവർ ഡ്യൂട്ടി കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്നു. ഒന്നുകിൽ മീറ്റ് അല്ലെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ മട്ടൻ, ഫിഷ് എല്ലാം ഏതെങ്കിലും അവർക്ക് മസ്റ്റാണ്. അവർക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെ ഒരു ബീഫ് കുക്ക് ചെയ്യാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. വളരെ പെട്ടെന്ന് ഒരു ക്ഷീണിച്ച് വരുമ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് നല്ലൊരു നാട്ടിൽ കിട്ടുന്ന അതേ രുചിയിൽ തന്നെ മീറ്റ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകാം. ഒരു ടിപ്പ് പറയാം. അവിടെ കിട്ടുന്നത് ഫ്രീസറിൽ വെച്ച മീറ്റ് ആയിരിക്കും. അത് നമുക്ക് മിക്ക ആളുകളും പറയുന്നുണ്ട് ഇവിടെ വെച്ച ടേസ്റ്റ് എന്തായാലും അവിടുത്തെ ബീഫിന് കിട്ടാറില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഫ്രീസറിൽ വെച്ച മീറ്റ് എടുത്തു കഴിഞ്ഞ് നമ്മൾ ഒരു 2 മണിക്കൂർ വെള്ളത്തിലിട്ട് ഒന്ന് നല്ല പോലെ ഇതാവും, ഐസൊക്കെ കളഞ്ഞ് ഫ്രഷായി കിട്ടുമ്പോൾ അതിന് മുകളിൽ കുറച്ച് ഉപ്പും വിനാഗിരി ഒഴിച്ച് നല്ല പോലെ ഒന്നുകൂടി വെള്ളമൊഴിച്ച് വയ്ക്കും. അപ്പോൾ നല്ല പോലെ അതിൽ അഴുക്കും പോവും, നല്ലൊരു ഗ്ലേസിങ് കിട്ടും. പക്ഷെ ആ ഇറച്ചി നല്ലൊരു സ്മൂത്തി നല്ലൊരു ഇതാവും. അത് കുക്ക് ചെയ്ത് വരുമ്പോൾ നല്ലൊരു എഫക്റ്റ് ആവും. പിന്നെ നല്ല പോലെ ഫ്രീസ് ചെയ്യുന്ന ആ മീറ്റ് ഫ്രീസറിൽ വെക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച പാത്രത്തിലിട്ട് വയ്ക്കാം. തലേ ദിവസം തന്നെ ഇന്ന് വെക്കുന്നത് ഇന്നലെ തന്നെ നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പോൾ ഈ മീറ്റ് എന്ത് ചെയ്യും, വെള്ളത്തിലിട്ട് വയ്ക്കുക. വെള്ളത്തിലൊരു ബൗളിൽ വെള്ളത്തിൽ ഈ മീറ്റ് ഇട്ട് അടച്ചു വയ്ക്കുക. അപ്പോഴും നമുക്കൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. നമുക്ക് വളരെ പെട്ടെന്ന് തക്കാളിയും നമ്മുടെ സബോളയും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എപ്പോഴും ബീഫിന് നല്ലത് നമ്മുടെ ചെറിയ ഉള്ളി, അതാട്ടോ എപ്പോഴും നല്ലത്. നമ്മുടെ ഈ സബോളയേക്കാളും നല്ലത് ചെറിയ ഉള്ളിയാണ് ഏറ്റവും ബെറ്റർ. ബീഫ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ബെറ്റർ അതാണ്. അത് നിങ്ങൾ ചൂസ് ചെയ്യാം, ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അത് ഏതാണെന്ന്. പക്ഷെ നമ്മൾ നാടൻ രീതിയിൽ വെക്കുകയാണെങ്കിൽ ചെറിയ ഉള്ളിയാണ് ബെറ്റർ. ചട്ടി അടുപ്പിൽ വെച്ചു. ഇനി നമുക്ക് വേണ്ടത്, എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെളിച്ചെണ്ണ കേട്ടോ നമുക്ക് ആഡ് ചെയ്യേണ്ടത്. നമുക്ക് ബീഫ് വെക്കുമ്പോൾ എപ്പോഴും നല്ലത് വെളിച്ചെണ്ണയാണ്. ഒരിക്കലും നിങ്ങൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ വേറെ ഏത് ഓയിലും യൂസ് ചെയ്യരുത്. നമ്മുടെ വെളിച്ചെണ്ണയാണ് എപ്പോഴും നല്ലത്. ഓക്കെ, നമുക്ക് ചട്ടി ചൂടായാൽ അതിലേക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം. ഞാൻ ഈ വെളിച്ചെണ്ണ ആഡ് ചെയ്തു. ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ ആട്ടോ. നിങ്ങൾക്ക് അധികം ഉലുവ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്, കുറച്ചധികം ഉലുവ ഇട്ടാലും കുഴപ്പമില്ല, ടേസ്റ്റിയാണ്. അതിലേക്ക് സബോള തക്കാളി ഇട്ട് കൊടുക്കാം. ഇത് സെപ്പറേറ്റ് ആട്ടോ ചെയ്യേണ്ടത്. ഞാൻ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമ്മൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അല്ലേ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ പെണ്ണുങ്ങളെ സംബന്ധിച്ച് ആണുങ്ങൾക്ക് എല്ലാം വളരെ പെട്ടെന്നാണ് ഉണ്ടാക്കേണ്ടത്. അവർക്ക് ക്ഷമ ഭയങ്കര കുറവാണ്. അതുകൊണ്ടാണ് പറയുന്നത്, രണ്ടും ഒരുമിച്ചിട്ടത്. അതുകൊണ്ടാണ് കേട്ടോ, ഇതൊന്നും വിചാരിക്കരുത്. അല്ലെങ്കിൽ നമുക്ക് സബോള വഴറ്റി വരുമ്പോഴാണ് നമ്മൾ തക്കാളി ഇടുക. നമുക്കിത് വേഗം ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി 2 കല്ലുപ്പിട്ട് കൊടുക്കാം. വഴറ്റി വരുന്നുണ്ട്.
ഇതിലേക്ക് നമ്മൾ മിൻറ്റ് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ വീട്ടിൽ നട്ട് പിടിപ്പിക്കുന്നതാണ്. നമ്മളതിൻ്റെ മിൻറ്റിൻ്റെ അതേ ഒരു ലീഫ് തന്നെയാണത്, അതിൻ്റെ രുചി തന്നെയാണ് അത്. നമുക്ക് 2 എണ്ണം ഇട്ട് കൊടുക്കാം. നല്ല വലിപ്പമുള്ളതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തത്. നിങ്ങൾക്ക് പുതിനയിലയും മല്ലിയിലയും കൂടി ആഡ് ചെയ്യാം. പിന്നെ നല്ല ഫ്രഷായ വേപ്പില ഇട്ട് കൊടുക്കാം. നല്ലോണം വഴണ്ടി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണത് ആഡ് ചെയ്തു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തു. നമുക്ക് വേപ്പിലയും മല്ലിയിലയും പുതിനയിലയും അതിൻ്റെ പകരം ഞാൻ വീട്ടിലുണ്ടാക്കിയൊരു ഇലയാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അതേ എഫക്റ്റ് കിട്ടുന്ന ഇലയാണ്, അതേ ഫ്ലേവറാണ് ഇതിന് വരുന്നത്. നിങ്ങൾ മല്ലിയിലയും പുതിനയിലയും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. ഓക്കെ, ഇത് അതിൻ്റെ അടുത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. മല്ലിപ്പൊടി 3 സ്പൂൺ ഇട്ടു. മുളക് പൊടി 1.5 സ്പൂൺ ഇട്ടു. ഇത് നല്ലപോലെ ഒന്ന് കൊടുക്കാം. നമുക്കെടുത്തത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തു. നമുക്ക് നല്ലപോലെ മിക്സ് ആക്കാം. നിങ്ങൾ കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ മഞ്ഞൾപ്പൊടി അതിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ടാണല്ലോ നമ്മൾ കുക്കറിലിടുക. അല്ലെങ്കിൽ ഇതെല്ലാം വഴറ്റിയിട്ട് നമുക്കത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഇതെല്ലാം കൂടി ഇങ്ങനെ വഴറ്റിയിട്ട് നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്ത് ബീഫിലോട്ട് ആഡ് ചെയ്ത് ബീഫ് നല്ല പോലെ ഒന്ന് തിരുമ്മിയെടുത്ത് അടച്ച് കുക്കറിൽ ഇട്ട് വേവിച്ചെടുക്കാം. അങ്ങനെയും ചെയ്യാം, അല്ലാതെ ഇങ്ങനെ നോർമലി ഇങ്ങനെ കുക്ക് ചെയ്യാം. ഓക്കെ, ഇതിലേക്ക് നമ്മൾ ഇനി ബീഫ് ആഡ് ചെയ്യാം. ബീഫ് ആഡ് ചെയ്തു. ഇതിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. നോക്കുക, നിങ്ങൾ ടൈമിംഗ് 5 മിനിറ്റ് കൊണ്ടാണ് ഈ ബീഫ് കറി ഉണ്ടാക്കുക. 5 മിനിറ്റ് വേണ്ട, ഒരു 4 മിനിറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാം. നമ്മളതെല്ലാം വഴറ്റിയിട്ട് ഞങ്ങൾ കുക്കറിലിട്ടാൽ മതി. കുക്കറിലിട്ടൊരു 4 or 5 വിസിൽ അടിച്ചാൽ നിങ്ങളുടെ കുക്കറിൻ്റെ പ്രഷറും നമ്മുടെ സ്റ്റൗവിൻ്റെ മീഡിയമാണോ സ്റ്റൗവിൽ നമുക്കറിയത്തില്ല, അതിൻ്റെ ഇതിലേക്കും വിസിലിൻ്റെ എണ്ണം കൂട്ടാവുന്നതും കുറയ്ക്കാവുന്നതാണ്. ഏകദേശം ഒരു ബീഫ് കറക്റ്റ് വേവാൻ 5 വിസിൽ വേണം. നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് നമുക്കൊരു ബീഫ് കറി തയ്യാറാക്കാം. എല്ലാവർക്കും ബീഫ് കറി ഉണ്ടാക്കുന്നത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും എന്തൊരു ഇതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്, എന്ത് ഡൗട്ടും. എല്ലാവരും പ്രാർത്ഥിക്കുക. നല്ലൊരു ബീഫ് കറിയാണ്, നല്ലൊരു മണം വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ സ്കിപ്പ് ചെയ്തതല്ല ഇടാവുന്നത്. ഇനി തിളച്ച് വരുന്നില്ലേ, തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഞാൻ ഉണ്ടാക്കിയ ഒരു മസാലയുണ്ട്. ഇവിടെ ഉണ്ടാക്കിയ ഗരം മസാല പോലെയുള്ളൊരു മസാലയാണ്, അത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അത് നല്ല പോലെ തിളച്ച് വരുമ്പോൾ ഇപ്പോൾ ഇട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കും. ഇതുണ്ടോ, നല്ലപോലെ മിക്സ് ആക്കുക. ഞാൻ പ്രവാസികൾക്കായിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്, അവർക്ക് വേണ്ടിയാണ് പെട്ടെന്ന് ഉണ്ടാക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് ഒരു പ്രവാസിയാണ്. ആൾ പറഞ്ഞു എനിക്ക് പ്രവാസികളുടെ ബുദ്ധിമുട്ട് നല്ല പോലെ അറിയാം, അവർക്ക് വേണ്ടിയാണ് ഞാനിത്